നമ്മളെല്ലാവരും വളരെ നാളായിട്ട് കാത്തിരുന്നൊരു സിനിമയായിരുന്നു പുഷ്പ 2 എന്ന് പറയുന്നത്. എല്ലാവരും വിചാരിച്ചിരുന്നത് വൈൽഡ് ഫയർ എന്നൊക്കെ കേട്ടപ്പോൾ പുഷ്പ 1-നെക്കാട്ടി മുകളിലേക്ക് പോകുമെന്നായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന് തന്നെ പറയണം. എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 100 ലൈക്കിൻ്റെ ടാർഗറ്റ്. ഉറപ്പായിട്ടും അല്ലു അർജുൻ ഫാൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. പാർട്ട് 2 ഇറങ്ങിയ സിനിമകളിൽ വിജയിച്ചിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് എനിക്കിഷ്ടപ്പെട്ട വിജയിച്ചിട്ടുള്ള സിനിമയൊക്കെ മാറിയിരിക്കട്ടെ, എനിക്കിഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ബാഹുബലി 2, അതുപോലെ തന്നെ ആട് 2 ആ ഒരു ലെവലല്ല എങ്കിൽ പോലും ആട് 2, അതുപോലെ തന്നെ KGF 2 വിജയിച്ചു. ബട്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല KGF 2 കാര്യമായിട്ട് പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ എനിക്കറിയാവുന്ന സിനിമകളാണ് നമ്മുടെ ഇൻ ഹരിഹർ നഗർ, അതിൻ്റെ പാർട്ട് 4 പാർട്ടും ഇൻ ഗോസ്റ്റ് ഹൗസ് വരെ വേറെ ലെവൽ സംഭവമായിരുന്നു. സോ ഇറക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇറക്കണം, എൻ്റർടൈനിങ് ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടാക്കണം, കണ്ടൻറ് ഉണ്ടാക്കണം. ഇതൊന്നും ഇല്ലാതൊരു സിനിമ ഇറക്കിയത് വളരെയധികം മോശമായിപ്പോയി. ഏതായാലും പുഷ്പ 2 ആ ഒരു കാറ്റഗറിയിൽ പെടും. എന്നാലും ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ലതായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ അത്ര വലിയ രസമൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കുറച്ച് ഫൈറ്റ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ഓവറായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്താ പറയുക, നോർമൽ ഹ്യൂമൻ ബീയിങ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഫൈറ്റ് സാധാരണ തെലുങ്ക് സിനിമയിലെല്ലാം അങ്ങനെയാണ്. ബട്ട് പുഷ്പ 1ലേക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിരുന്നു എല്ലാം. ബട്ട് ഇതിനകത്തിലേക്ക് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ അത്ര പ്രാക്ടിക്കലായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല. പിന്നെ നമുക്കറിയാം പലയിടത്തു നിന്ന് റിവ്യൂ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ പല റിവ്യൂ നിങ്ങളെടുത്ത് നോക്കുക, അവരെല്ലാവർക്കും നെഗറ്റീവാണ് വരുന്നത്, അവരെല്ലാം നെഗറ്റീവാണ് പറയുന്നത്. എന്തായാലും കേരളത്തിൽ പുഷ്പ 2 ക്ലിക്ക് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയണം. ഇനി മറ്റ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കാര്യം നോക്കുകയാണെങ്കിൽ എനിക്കറിയില്ല, തെലുങ്കിലും അതുപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നല്ല പോസിറ്റീവ് റിവ്യൂ പറഞ്ഞു കേൾക്കുന്നുണ്ട്. സോ ഏത് രീതിയിലാണെന്നറിയില്ല. ഇതിൽ തെലുങ്കിന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം അവർക്ക് ഇങ്ങനത്തെ സിനിമകളാണ് ഇഷ്ടം. ബട്ട് മലയാളത്തിൽ ആളുകൾക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ആയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക.